അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് ചില കാര്യങ്ങൾക്കുള്ള വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയ, ലോകം ഐക്യകണ്ഠേന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമുമാരാണെന്ന് അംഗീകരിച്ച ഇമാമുമാരെ പിന്തുടർന്നുകൊണ്ടാണ് നാം എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നത്. ഇമാമെന്ന് പറഞ്ഞാൽ തന്നെ പിന്തുടരപ്പെടാൻ യോഗ്യതയുള്ളവർ, അവലംബി യോഗ്യർ എന്നൊക്കെയാണ് ഇമാം എന്നതുകൊണ്ടുള്ള വിവക്ഷ. അവരുടെ പേര് കേട്ടാൽ ബഹുമാന സൂചകമായി നാം റഹ്മത്തുള്ളാഹി അലൈഹി എന്നോ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ വളരെ ആശ്ചര്യം തോന്നുന്ന ഒരു സംഭവം, ഈ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൽപ്പെട്ടവർ ആരെയാണ് ഇമാമുകൾ എന്ന് വിളിക്കുന്നത്? അവർ ആരുടെ പേരിന് ശേഷമാണ് റളിയല്ലാഹു അൻഹു എന്നോ റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊക്കെ ബഹുമാന സൂചകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫ് നബവി അഥവാ നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളെ നമ്മുടെ ഇമാമായിട്ടാണ് നാം പരിചയപ്പെടുത്താറ്. മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ മഹാനവറുകളാണ് ഷാഫി മദ്ഹബിലെ അവസാന വാക്ക്. മഹാനവറുകളുടെ കിതാബുകളെ അവലംബിച്ചുകൊണ്ടാണ്, നിർദ്ദേശങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് നാം എല്ലാ കർമ്മങ്ങളും ദീനിൽ ചെയ്തു പോരുന്നത്. മഹാനവറുകൾ നമ്മുടെ ഇമാമാണെന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവരുടെ ആശയത്തിനോട് വൈരുദ്ധ്യമുള്ള, ഇവരുടെ ആശയത്തിന് നേരെ എതിരെ പഠിപ്പിച്ച മഹാനായ യഹ്യ ഇബ്നു ഷറഫ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് ഇമാമായത് എന്നതാണ് ആശ്ചര്യം. മഹാനവറുകൾ പഠിപ്പിച്ച കാര്യങ്ങൾ മുറ തെറ്റാതെ ചെയ്യുന്ന സുന്നികൾ മുശ്രിക്കും ഖുറാഫിയും കുബൂരിയുമൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അത് പഠിപ്പിച്ച മഹാനവറുകൾ അവർക്ക് ഇമാമായി മാറുക എന്നുള്ള വിരോധാഭാസത്തെക്കുറിച്ചാണ് എനിക്ക് ചില സംശയങ്ങളുള്ളത്. അതിൽ മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതാനും ചില കാര്യങ്ങളും, ആ കാര്യങ്ങളിൽ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിനുള്ള അവരുടെ അതിലുള്ള വീക്ഷണവും നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്ത് നോക്കാം. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങളുടെ ഖബർ ഷരീഫിനരികിൽ ചെന്നുകൊണ്ട് ശുപാർശ തേടൽ പുണ്യമാണെന്ന് പഠിപ്പിച്ച മഹാനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മുജാഹിദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തനിച്ച ശിർക്ക് പഠിപ്പിച്ച ഇമാമാണ്. രണ്ടാമത്തെ കാര്യം, മഹാന്മാരുടെ മക്ബറകൾ ബറക്കത്തെടുക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ അവിടെ അടയാളം വെക്കലും, അവിടെ വെയിൽ പോലെയുള്ളതൊക്കെ തടയാൻ വേണ്ടി ഈ പന്തൽ പോലെ കെട്ടലൊക്കെ പുണ്യമാണെന്ന് പഠിപ്പിച്ച മഹാനാണ് മഹാനായ നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മുജാഹിദിൻ്റെ ഭാഷയിൽ പറഞ്ഞ ജാറ വ്യവസായം, ഖബർ പൂജ, ഖബർ ആരാധന എന്നൊക്കെയാണ് മുജാഹിദുകൾ അതിനെ വിശേഷിപ്പിക്കാറ്. അതും നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ മഹാനായ നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, സ്വഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുറാദ് ഹാസിലാവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനരികിൽ ചെല്ലുകയും നബിയെ കൊണ്ട് ശുപാർശ തേടുകയും അതിലൂടെ മുറാദ് ഹാസിലാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മുജാഹിദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജൂത നസാറാക്കൾ പിഴക്കാനുള്ള കാരണമായ മഹാന്മാരുടെ ഖബറിനരികിൽ പോക്ക് ജൂത നസാറാക്കൾ ചെയ്യുന്ന ഏർപ്പാടാണെന്ന് പഠിപ്പിച്ച് മുജാഹിദുകൾ കവലകൾ തോറും പ്രസംഗിച്ച് നടക്കുന്നു. അതും നമുക്ക് പഠിപ്പിച്ചു തന്നത് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. നാലാമത്തെ കാര്യം, വിജനമായൊരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയ ഒരാൾ അദൃശ്യമായ പടപ്പുകളോട് അഭൗതികമായ രീതിയിൽ സഹായ അഭ്യർത്ഥന നടത്തുകയും അതുവഴി അവർക്ക് സഹായം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പഠിപ്പിച്ച മഹാൻ. മുജാഹിദിൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിന് നേരെ അതിരും ഷിർക്കിൻ്റെ പ്രകടമായ രൂപവുമാണ് ഈ ഉള്ള വിളികൾ. ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് മുജാഹിദിൻ്റെ വീക്ഷണം. അഞ്ചാമത്തെ കാര്യം,
കർമ്മശാസ്ത്രമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മദ്ഹബ് തഖ്ലീദ് ചെയ്യണം എന്ന് പഠിപ്പിച്ച മഹാൻ. മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്ന വിഷയത്തിൽ മുജാഹിദിൽ മിതവാദികളും തീവ്രവാദികളുമുണ്ട്. അതിൽ മിതവാദികൾ പറയുന്നത് അത് അനിസ്ലാമികമാണ്, കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ മുജാഹിദ് വിഭാഗത്തിലുള്ള തീവ്ര ചിന്തകരായ തീവ്രവാദികൾ പറയുന്നത് അത് തികച്ചും ശിർക്കാണ്, അള്ളാഹുവിനെ അല്ലാതെ ഇമാമുമാർക്ക് വഴിപ്പെടുക എന്നുള്ളത് അത് ശിർക്കാണ്, നരകത്തിൽ ചെന്ന് ചേരാൻ സാധ്യതയുള്ള കാര്യമാണ്, നരകത്തിൽ ചെന്ന് ചേരുക തന്നെ ചെയ്യും അത് ചെയ്യലുകൊണ്ട് എന്ന് പഠിപ്പിച്ചവരാണ് മുജാഹിദ് വിഭാഗം. ഇനി ആറാമത്തതായി മഹാൻ അവറുകൾ പഠിപ്പിച്ചത് ബിദ്അത്തുൻ ഹസനത്ത് എന്നുള്ളത് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലാണ്. ബിദ്അത്തുൻ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ വിലക്കപ്പെട്ടിട്ടില്ലാത്ത നല്ല കാര്യങ്ങൾ, പുതിയതായി ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, ബിദ്അത്തുൻ ഹസനത്ത് അതുണ്ടെന്നും അത് സ്ഥിരപ്പെടുത്തേണ്ടതാണെന്നും പഠിപ്പിച്ച മഹാനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മുജാഹിദ് പറയുന്നത് ബിദ്അത്തുൻ ഹസനത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കള്ള് കുടിക്കുക എന്ന് പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരാണ് മുജാഹിദ് വിഭാഗം. അടുത്തത് ഏഴാമത്തെ കാര്യം, ഖബറിനടുത്തിരുന്നു കൊണ്ട് മയ്യത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആ ഒരു ഏർപ്പാട് അത് പുണ്യമാണെന്ന് പഠിപ്പിച്ചു മഹാനവർകൾ. മുജാഹിദിൻ്റെ വീക്ഷണപ്രകാരം മരിച്ചുപോയ ആളുകൾക്കുള്ള ട്യൂഷൻ എടുത്ത് കൊടുക്കലാണ് ഈ തൽക്കീൻ ചെല്ലൽ. അത് അനിസ്ലാമികമാണ്, മുൻഗാമികൾ ചെയ്തിട്ടില്ലാത്തതാണെന്ന് മുജാഹിദിൻ്റെ വീക്ഷണം. എട്ടാമത്തെ കാര്യം, സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണെന്ന് പഠിപ്പിച്ച മഹാനവർകൾ. അഥവാ കുനൂത്തങ്ങാൻ മറന്നുപോയാൽ സലാം വീട്ടുന്നതിന് അല്പം മുമ്പ് സഹവിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് ആ കുനൂത്തിൻ്റെ പുണ്യം കരസ്ഥമാക്കണം, അത് കൈവിട്ട് കളയരുത് എന്ന് പ്രോത്സാഹിപ്പിച്ച മഹാനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മുജാഹിദുകൾ കവലകൾ തോറും പ്രസംഗിക്കുന്നത് ഈ കുനൂത്ത് എന്നത് ബിദ്അത്താണ്, കുറ്റകരമാണ്, അത് ചെയ്യുന്നത് വ്യഭിചാരത്തേക്കാൾ വലിയ കുറ്റമാണെന്ന് മുജാഹിദിൻ്റെ വീക്ഷണം. ഒമ്പതാമത്തെ കാര്യം, ഖബറിനരികിലും മരണപ്പെട്ടു പോയവർക്ക് ഗുണത്തിനു വേണ്ടിയും ഖുർആൻ പാരായണം ചെയ്യൽ അത് മരണപ്പെട്ടവർക്ക് ലഭിക്കുമെന്നും അത് മുൻഗാമികളുടെ മാതൃകയുള്ളതാണെന്നും പഠിപ്പിച്ച ആളാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മുജാഹിദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അനാചാരമാണ്, അത് കുറ്റമാണ്, അത് ബിദ്അത്താണ്. പത്താമത്തെ കാര്യം, തറാവീഹ് നിസ്കാരം 20 റക്അത്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാൻ അവറുകൾ പറഞ്ഞു 20 റക്അത്താണ് തറാവീഹ്, അതിൻ്റെ രൂപം പഠിപ്പിച്ചു. എന്നാൽ മുജാഹിദ് വിഭാഗത്തിൻ്റെ വീക്ഷണപ്രകാരം, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വീക്ഷണപ്രകാരം 11 റക്അത്ത് കൂടുതൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അത് ബിദ്അത്താണ്, അത് ദീനിൽ കരിഞ്ചന്തയായി കൂട്ടിച്ചേർത്താണെന്ന് മുജാഹിദിൻ്റെ വീക്ഷണം. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ 10 ഉദാഹരണങ്ങൾ മാത്രം എടുത്തപ്പോൾ നവവി ഇമാമും മുജാഹിദ് ജമാഅത്ത് വിഭാഗക്കാരും അജഗജാന്തരം വ്യത്യാസമുണ്ട്, രാവും പകലും വ്യത്യാസമുണ്ട്. അവർ പറയുന്ന ആശയത്തിനും വീക്ഷണത്തിനും നേർ വിപരീതമാണ് മഹാൻ അവറുകൾ പഠിപ്പിച്ചതും അതാണ് സുന്നികൾ ചെയ്യുന്നതും. അത് ചെയ്തതിൻ്റെ പേരിലാണ് സുന്നികൾ ആക്ഷേപിക്കപ്പെടുന്നതും. എന്നിട്ടും ഈ വിഭാഗത്തിൽപ്പെട്ടവർ, മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൽപ്പെട്ടവർ മഹാൻ അവറുകളെ വിശേഷിപ്പിക്കുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എന്നാണ്. അവരുടെ ആശയം പഠിപ്പിച്ചു കൊടുത്ത അവരുടെ നേതാക്കന്മാരാണ് KM മൗലവി, ഉമർ ഫൈസി, അതുപോലെ MCC മൗലവിമാർ, അതുപോലെ കുഞ്ഞീദ് മദനി, AP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അവരുടെ പ്രാദേശിക നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും കൊടുക്കാത്ത, അവരുടെ ആശയം പഠിപ്പിച്ചവർക്ക് പോലും കൊടുക്കാത്ത വിശേഷണം കൊടുത്തുകൊണ്ട് മഹാനായ ഒരുപാട് ഇമാമുമാരെ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞ നവവി ഇമാമിനെ അടക്കമുള്ള ഒരുപാട് ഇമാമുമാരെ പേരിന് മുമ്പ് ഇമാമെന്നും ശേഷം റഹ്മത്തുള്ളാഹി അലൈഹി എന്നും പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ്. മുജാഹിദുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടതാണോ അതോ നിങ്ങളുടെ വിശ്വാസത്തിൽ കാപട്യമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാലോകരോട് നിങ്ങൾ ഒന്ന് വിശദീകരിച്ച് കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.